ഞാൻ പറയാൻ പോകുന്ന വിഷയം എത്രമാത്രം സീരിയസ് ആണെന്ന് എനിക്കറിയാം. ഏത് രീതിയിലാണ് അതവിടെ പറയേണ്ടതെന്നും എനിക്കറിയാം. പിന്നെ ഒട്ടും പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഞാൻ പറയുകയില്ല. നന്ദു, എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു. മീരയുടെ മരണം തന്നെ എടുത്തു നോക്ക്. നമ്മളോടൊപ്പം ദൈവമുണ്ട് നന്ദു. ദൈവം കൈവിടില്ല. ഞാൻ പോയിട്ട് വരാം. ദേവി, നീ പറഞ്ഞതുപോലെ അന്തരീക്ഷം ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും പറയരുത്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളുടെ താവളത്തിലേക്കാ പോകുന്നതെന്നുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. ഞാൻ നോക്കിക്കോളാം നന്ദു. പോയിട്ട് വരാം. അമ്മേ. മോളെ, പൂർണ്ണ മനസ്സോടെ തന്നെയാണല്ലോ പോകുന്നത്. അതെ അമ്മേ, എനിക്ക് പേടിയില്ല. കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ തേവക്കാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. ഒക്കെ ഞാൻ ദേവിയോട് പറഞ്ഞമ്മേ. ഒരു പത്രവാർത്തയും ബഹളമൊന്നും കൂടാതെ കാര്യങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ അതല്ലേ അമ്മേ നല്ലത്? അതെ, മോള് പോയിട്ട് വാ. ശരി അമ്മേ. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ കേരള മെട്രോ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. സിദ്ധാർത്ഥൻ സാറിന്റെ കമ്പനി ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്ത കാര്യം അറിയാലോ. അത് തിരിച്ചടയ്ക്കുന്നതിന് കുറെ നോട്ടീസ് അയച്ചിരുന്നു. അതിന് ഞങ്ങൾ മറുപടി തന്നിരുന്നല്ലോ. ആ ലോൺ എടുത്തത് എന്റെ ഭർത്താവ് സിദ്ധാർത്ഥനല്ല, അന്തരിച്ച ബലരാമനാണ്. അവസാനം ബാധ്യതകളൊക്കെ എന്റെ ഭർത്താവിന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു. ഞങ്ങളത് അറിയിച്ചിരുന്നല്ലോ. അതിന് ഞങ്ങൾ റിപ്ലൈ ചെയ്തിരുന്നു. സിദ്ധാർത്ഥൻ സാറിന്റെ മറുപടി തൃപ്തികരമല്ല. ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പ്രകാരം സിദ്ധാർത്ഥൻ സാറാണ് ബാധ്യതകൾ തീർക്കേണ്ട ആൾ. അതുകൊണ്ട് ബാങ്കിന് കിട്ടാനുള്ള കടം മടക്കി തരണമെന്ന് ഞങ്ങൾ വ്യക്തമായി അറിയിച്ചിരുന്നു. നിങ്ങളിങ്ങനെ മറുപടി തന്നോന്ന് വെച്ച് ഞങ്ങൾ ഉടനെ പൈസ എടുത്ത് തരണോ? തർക്കവും ബഹളമൊന്നും വേണ്ട. നടപടികൾക്കായിട്ടാ ഇപ്പൊ വന്നേക്കുന്നേ. എന്ത് നടപടിയാ സാർ? ഇതാണ് സിദ്ധാർത്ഥൻ സാറ് ബാങ്കിന് തരാനുള്ള തുക. ഞങ്ങൾ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. കോടതി ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജപ്തി നടപടികൾക്ക് ജപ്തിയോ? എന്ത് ജപ്തി? ലോൺ എടുത്തപ്പോൾ ബാങ്കിന് കൊടുത്ത ജാമ്യം, ഈ വീട്, വസ്തു, മറ്റനുബന്ധ വസ്തുക്കൾ ഒക്കെ കൂടി ജപ്തി ചെയ്യാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുത്തു. കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചു. ബാങ്കിന്റെ ബാധ്യതകൾ ഇപ്പോൾ തിരിച്ചടക്കുകയാണെങ്കിൽ
നടപടികൾ അവസാനിപ്പിക്കുക. ഈ എമൗണ്ടുകൾ ഇപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യമുണ്ടോ? കണ്ണു ചോരയില്ലേ സാർ നിങ്ങൾക്ക്? ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുക. കള്ളക്കേസിൽ കുടുക്കി ഭർത്താവിനെ ജയിലിൽ തള്ളി. സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം. സാമ്പത്തികമായി എങ്ങനെയൊക്കെ തകർക്കാമോ അങ്ങനെയൊക്കെ തകർക്കാൻ നോക്കുക. കമ്പനിക്ക് വരുത്തിയിട്ടുള്ള ബാധ്യത സിദ്ധാർത്ഥൻ കാരണമല്ല എന്ന് ബാങ്കിന് വ്യക്തമായിട്ട് അറിയാം. തേവക്കാട്ടുകാരുമായിട്ട് ഒത്തുകളിച്ച നിങ്ങളിപ്പോ ഈ ജപ്തി എന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ജപ്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ടത് തേവക്കാട്ടേക്കാ. ഞാൻ തൊഴുതപേക്ഷിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഭർത്താവിന്റെ കേസ് തീരുമാനമാകുന്നത് വരെ ദയവായി ക്ഷമിക്കണം. പ്ലീസ് സർ, ദയവായി മനസ്സിലാക്കണം. സോറി മാഡം, ഒരുപാട് ക്ഷമിച്ചല്ലേ. ബാങ്കിന് ഇനി മറ്റു മാർഗമൊന്നുമില്ല. ഇത് കോടതി ഉദ്യോഗസ്ഥരാ. ചുവരിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ പോവുകയാണ്. ബാധ്യതകൾ ഇപ്പോൾ തീർത്ത നോട്ടീസ് ഒട്ടിക്കില്ല. കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് പതിക്കും. ചന്ദ്രത്തെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കുവോ? എങ്കിൽ കാണട്ടെ. ഒട്ടിക്കുക. അമ്മേ, അമ്മ വേണ്ടമ്മേ. സർ പ്ലീസ് സർ, കുറച്ചുകൂടെ സാവകാശം തരണം. പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ബഹളം ഉണ്ടാക്കിയ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും. കോടതി നടപടി തടസ്സപ്പെടുത്തിയ കേസെടുക്കും, എല്ലാവരെയും കസ്റ്റഡിയിലും എടുക്കും. നോട്ടീസ് നശിപ്പിച്ചാൽ അതിനും കേസുണ്ടാവും. കോടതി നടപടിയായി സഹകരിക്കണം. ഒട്ടിച്ചോ? അമ്മ വീട് മുഴുവൻ ഒട്ടിച്ചോ? നശിക്കട്ടെ ചന്ദ്രോത്ത്, അവസാനിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം? എന്റെ വീട്, എന്റെ ചന്ദ്രോത്ത്. എന്തോ അങ്ങനെയാണല്ലേ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക.
ശരി, ഞാൻ വിളിക്കാം. ഗിരി, എനിക്കിപ്പോ വീട്ടിൽ പോണം. എന്നെ ഒന്ന് കൊണ്ടുപോ. ഈശ്വര, ഇതിന് മാത്രം ഞങ്ങൾ എന്ത് പാവം ചെയ്തു. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ വീടുകളിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പതാ ഞങ്ങളുടെ വീട്ടിലത് സംഭവിച്ചു. തീർന്നു, ഞങ്ങൾ തീർന്നു. ഇനി കരകയറാൻ പറ്റില്ല. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ നാണവും മാനവും കെട്ടു. തലപൊക്കി നടക്കാൻ പറ്റില്ല. മോളെ, നീ കരയാതെ. കരയാനല്ലമ്മേ, ജീവിതം അങ്ങ് തീർത്ത് കളയാനമ്മേ തോന്നുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത്. പീര മരിച്ചതിന്റെ പേരില് ഞങ്ങളല്ലേ അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോ തനൂജ, അച്ഛൻ ജയിലില്, നന്ദ അനുഭവിച്ച പ്രശ്നങ്ങള്, ഞാൻ തനൂജ കാരണം ആശുപത്രിയിലായി. ഇപ്പൊ ഞങ്ങളുടെ വീടും പോകുന്നു. കിടപ്പാടും നഷ്ടപ്പെടുക. അതിലും ഗതികേട് വേറെന്താ ഉള്ളത്. എനിക്കിവിടെ ഈ വീടുണ്ട്. അമ്മയും ദേവിക്കും നന്ദനൊക്കെ ഇനി എന്ത് ചെയ്യും? പണ്ടത്തെ ആളുകൾ പറയുന്ന പോലെ വഴിയാധാരം അല്ലേ? നീ പറഞ്ഞു തീർന്നെങ്കിൽ ഇനിയിപ്പോ ഞാൻ പറയാം. വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു, അത് സത്യം തന്നെ. പക്ഷേ ഇതൊക്കെ ഓരോ നടപടിക്രമങ്ങൾ മാത്രമാ. കുടിശ്ശിക വരുത്തുമ്പോ ബാങ്കിന് ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ജപ്തി ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആദ്യം ആലോചിക്കും. പിന്നെ ഈ സാമ്പത്തിക ബാധ്യതയൊന്നും അഭിമാന പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. രജനി, ഇതിപ്പോ കള്ളു കുടിച്ചും ദൂർത്തടിച്ചും വരുത്തി വെച്ച ബാധ്യതയൊന്നും അല്ലല്ലോ. മനുഷ്യന് ചില സാഹചര്യങ്ങളിൽ ചില തിരിച്ചടികൾ വരും. ലോൺ എടുക്കേണ്ടി വരും, പണയം വെക്കേണ്ടി വരും, വീട് വിൽക്കേണ്ടി വരും. എന്താ രജനി ഇത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു കരുതി കരഞ്ഞോണ്ടിരിക്കേണ്ട സന്ദർഭമല്ലേ ഇത്. നമ്മുടെ ജീവിതം നമ്മളാ ജീവിക്കുന്നത്. ചന്ദ്രോത്ത നോട്ടീസ് കണ്ട് ചിരിക്കേണ്ടവർ ചിരിക്കും, സഹതപിക്കേണ്ടവർ സഹതപിക്കും. പക്ഷേ നേരിടേണ്ടതും ജീവിക്കേണ്ടതും നമ്മളാ. അതുമാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ നാട്ടിൽ സംസാര വിഷയമാവുന്നുള്ളതൊക്കെ നേരാ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണല്ലോ. അതുകൊണ്ട് താൻ ആ ഭാഗമൊക്കെ അങ്ങ് വിട്ടുകളാ. കമ്പനിയുടെ ബാധ്യതകൾ സിദ്ധാർത്ഥൻ സാറിന്റെ മേൽ വന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ ഈ ജപ്തി അങ്ങനെ അങ്ങ് നടത്താൻ പറ്റുമോ? ആ ചന്ദ്രമതി ആന്റിയും കൂടെ ഉള്ളവരും ചേർന്ന് ജപ്തി നടത്തിക്കോ അമ്മേ. പീര മരിച്ചപ്പോഴാ കമ്പനി ബാധ്യതകൾ അച്ഛന്റെ തലയിലിട്ട്. ഇപ്പൊ ബലരാമനങ്ങൾ മരിച്ചപ്പോ ജപ്തിയായി. വീടിന്റെ ജപ്തി നടക്കുവാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ വെറുതെ ഇരുന്നേ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യട്ടെ. നീ ഒന്നും മിണ്ടായിരിക്കും ഗിരി. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? മരിക്കാനും ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ. രണ്ടു നേരം ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ പുഴുക്കളെ പോലെ ജീവിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അവരാരും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. അവർക്കറിയാം ജീവിതത്തിന്റെയൊക്കെ വില. എത്രയൊക്കെ തകർച്ച വന്നാലും എത്രയൊക്കെ ദുരിതം വന്നാലും ജീവനോടെ ഇരിക്കുക എന്നുള്ളത് പ്രധാനമെന്ന് അവർക്കറിയാം. അല്ലാതെ വീടിന്റെ മുന്നിൽ ഒരു നോട്ടീസ് വന്ന് കണ്ട ഉടനെ ചാവും, നാട് വിട്ടു പോകുന്നൊക്കെ പറഞ്ഞ് അവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കാറൊന്നുമില്ല. നിനക്ക് തത്വം പറയാം, പക്ഷെ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അമ്മ തന്നെ ഇത് പറയണം. അമ്മേ, എനിക്ക് 13 വയസ്സുള്ളപ്പോഴല്ലേ അച്ഛൻ മരിച്ചത്. അമ്മ വളരെ ചെറുപ്പമായിരുന്നില്ലേ? ആരാ ഉണ്ടായിരുന്നത് കൂടെ? താലി കെട്ടിയ ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞ് അമ്മ കൂടെ മരിച്ചോ? അച്ഛനില്ലാതെ ജീവിക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്തോ? ആ അവസ്ഥ അങ്ങ് നേരിട്ടു ആണല്ലോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. രജനി, ഇതിപ്പോ ജപ്തി നോട്ടീസ് ഒട്ടിച്ചപ്പോ തത്വം പറയുന്നൊന്നുമല്ല ഞാൻ. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണം.
എന്തായാലും നീ ഇറങ്ങി, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഗിരിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ശരി ശരി, നീ ഇറങ്ങി ചെല്ല്. വാ മോളെ. ബാലു പറഞ്ഞിട്ടില്ലേ ചന്ദ്രോത്തെ കുളം കോരും, ചന്ദ്രോത്തുകാരെ വഴിയാധാരാക്കുന്നൊക്കെ സംഭവിച്ചിരിക്കുന്നു ബാലു. ചന്ദ്രോത്തിന്റെ ചുമരിൽ ജപ്തി നോട്ടീസ് പതിഞ്ഞിരിക്കുന്നു. കമ്പനിക്ക് വേണ്ടി വരുത്തിവെച്ച കുടിശ്ശികയ്ക്ക് ബാങ്ക് ജപ്തി നടപടികൾ തുടങ്ങി. നോട്ടീസ് കാലാവധി കഴിയുമ്പോൾ ചന്ദ്രോത്ത് ബാങ്കിന് സ്വന്തമാവും. പ്രഭാവതിയും വീട്ടുകാരും റോഡിലേക്കിറങ്ങും. നീരയും ബാലും പോയ ശേഷം ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നത് ഇന്നാ ബാലു. നിങ്ങൾ പോയ ദുഃഖത്തിനിടയിലും തേവക്കാട് ഇന്ന് ആഘോഷ ദിവസം. ആ ആഘോഷം നിങ്ങളുടെ മരണത്തിന്റെ സങ്കടം മായ്ക്കാനും കൂടിയാ. ചിച്ചി മതി. ബാലോട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അതെ ആന്റി, ബലരാമൻ സാറിന്റെ ആത്മാവിന് സമാധാനം കിട്ടിക്കാണും. സത്യം പറഞ്ഞ ആന്റി, ഇപ്പൊ എനിക്ക് ചന്ദ്രോത്തേക്ക് പോവാനാ തോന്നുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥ കണ്ട് മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കണം. അവരുടെ ദുഃഖം കാണാൻ അങ്ങോട്ട് എന്തിനാ പോകുന്ന തനുജ? അവരിവിടെ വരും, നമ്മുടെ കാല് പിടിക്കാൻ വരും. നമുക്കവരെ ഇവിടെ ഇരുത്തി കാണാം. ചന്ദ്രോത്തുനിന്ന് അവര് തെരുവിലേക്ക് വരട്ടെ. പുറത്തു വെച്ച് പരസ്യമായിട്ട് വേണം അവരെ നേരിടാൻ. ഇനി അവരെ ഏതെങ്കിലും രീതിയിൽ ലോൺ തിരിച്ചടച്ച് ജപ്തി ഒഴിവാക്കും ആന്റി. കൊള്ളാം. അത്രയും വലിയ തുക ചന്ദ്രോത്തുകാര് തിരിച്ചടയ്ക്കാനോ ഈ അവസ്ഥയിലോ? നിത്യചെലവുകൾക്ക് തന്നെ അവര് ബുദ്ധിമുട്ടുകയെന്നാ കേട്ടത്. ലോൺ ഇടക്കുന്നതിന് മുൻപ് വിശപ്പടക്കട്ടെ അവര്. അവരെ കൊണ്ടൊന്നും ഒരിക്കലും കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ല. ചന്ദ്രോത്ത് അവരുടെ കയ്യിൽ നിന്ന് പോവും. അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ചന്ദ്രോത്ത് നമ്മുടെ കയ്യിലേക്ക് വരും. ബാങ്ക് പിടിച്ചെടുത്ത പ്രോപ്പർട്ടി ലേലം ചെയ്യുമല്ലോ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി, ആ വീട് നമ്മൾ ലേലത്തിൽ പിടിക്കും. അതെ, ചന്ദ്രോത്തിനി നമുക്കുള്ളതാ. എന്തായാലും സിദ്ധാർത്ഥൻ രക്ഷപ്പെട്ടു. അയാൾക്ക് തലചായ്ക്കാൻ ഒരു കൂര കിട്ടിയല്ലോ. നല്ല അടച്ചുറപ്പുള്ള കൂര. ജയിൽ. ഭാര്യയുടെയും വീട്ടുകാരുടെയും കാര്യ കഷ്ടം. എന്തായാലും എല്ലാം സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നറിയും. കോടതിയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയായിരിക്കും കുടുംബക്കാരുടെ അവസ്ഥ അറിയുമ്പോ മാനസികമായി അയാൾ അനുഭവിക്കാൻ പോകുന്നത്. ഇനി അവര് കൂട്ട ആത്മഹത്യ വല്ലതും ചെയ്യോ ആന്റി? എങ്കിൽ അവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ മരണം എന്റെ കൈകൊണ്ട് സംഭവിക്കും. വല്ലവരുടെയും കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്വയം തിരഞ്ഞെടുക്കുന്ന മരണം. അതുകൊണ്ട് ആത്മഹത്യ ആയിരിക്കും അവര് തിരഞ്ഞെടുക്കാൻ പോകുന്നത്.
എന്റെ ആന്റിയുടെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ ഞാൻ ദൈവത്തോട് നന്ദി പറയാ. ഇങ്ങനെ ചിരിക്കണം ആന്റി. അവരുടെ ഓരോ വീഴ്ചയിലും സന്തോഷിക്കണം ആന്റി.